എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് PSCയുടെ ട്രെൻഡിങ് ഏരിയ ആയിട്ടുള്ള, അതായത് നിലവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഈ സംരംഭങ്ങൾ വച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിലൊരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക്, LDC തിരുവനന്തപുരം ജില്ലയിൽ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത് അടൽ ഇന്നൊവേഷൻ മിഷൻ ഉണ്ട്, മെഥനോൾ സമ്പദ്ഘടനയുണ്ട്, സഹകരണ ഫെഡറലിസം ഉണ്ട്, ശൂന്യ ക്യാമ്പയിൻ ഉണ്ട്. അപ്പം 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ് ശൂന്യ ക്യാമ്പയിൻ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഉത്തരം റെഡി. കാരണം നിങ്ങളുടെ ഓപ്ഷൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് PSC. എന്താ വെച്ചേക്കുന്നേ കണ്ടോ? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും, 4ാമത്തത് ഡിയും, ഈ 3ാമത്തെ ഓപ്ഷൻ സിയിൽ വരുന്ന എന്താ എയുമാണ്. കണ്ടോ? ഇവിടുത്തെ വ്യത്യാസം ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് ഈ ശൂന്യ ക്യാമ്പയിൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. എന്താണ് അടൽ ഇന്നൊവേഷൻ മിഷൻ? സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, MSME ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ എന്നിവയിലുടനീളം നവീകരണത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മിഷനാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ, അല്ലെങ്കിൽ AIM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നവീകരണം എന്നൊരു ടേം, അതിൻ്റെ ടേം ഇവിടെ ഇത് നോക്കിയാൽ മതി. നവീകരണവും സംരംഭകത്വവും. സംരംഭകത്വവും നവീകരണവും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാം അതെവിടെയൊക്കെയാണ്. സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, MCMകൾ, ഇവിടെയൊക്കെ എന്തിന് സാധ്യതയുണ്ട്? ഈ പറയുന്ന ഒരു ആധുനീകരണം അല്ലെങ്കിൽ നവീകരണത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുക. അപ്പോൾ അതാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടൽ ഇന്നൊവേഷൻ മിഷനിൽ 2 പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്ന് സാമ്പത്തിക സഹായത്തിലൂടെയും മെൻറ്റർഷിപ്പിലൂടെയും സംരംഭകരാകാൻ പുതുമയുള്ളവരെ അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. അല്ല എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തിക സഹായത്തിലൂടെയും മെൻറ്റർഷിപ്പിലൂടെയും. ഇപ്പോൾ ചിലർക്ക് എന്ത് വേണം? സാമ്പത്തികമായി അവർക്ക് സഹായം വേണം. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നല്ല ഐഡിയാസ് കാണും, പക്ഷേ അവർക്ക് എന്തില്ല? ഒരു എക്കണോമിക് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണില്ല. അപ്പോൾ അവർ സാമ്പത്തികമായി സഹായിച്ചും, അതുപോലെ തന്നെ ചിലർക്ക് സമ്പത്തുണ്ട് പക്ഷേ അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവരെ മെൻറ്റർഷിപ്പിലൂടെ അവർക്കൊരു, നമ്മളിപ്പോൾ ഈ പല നമ്മുടെ PSC ബാച്ചിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങൾക്കൊരു മെൻറ്റർ കാണും എന്നൊക്കെ. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളെ ഒരു കറക്റ്റ് ഡയറക്ഷനിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ഒരു മെൻറ്റർ. അപ്പോൾ ഈ മെൻറ്റർഷിപ്പിലൂടെയും സാമ്പത്തിക സഹായത്തിലൂടെയും സംരംഭകരാകാൻ പുതുമയുള്ള എന്ന് പറയുമ്പോൾ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ എന്ത് ചെയ്യുക? സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എയിമിൻ്റെ 2 പ്രവർത്തനങ്ങളിൽ ഒന്നിലെ പ്രധാനപ്പെട്ട പോയിന്റ്. സമാന ചിന്താഗതിക്കാരായ വ്യക്തിയിലൂടെ ആശയങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഒരേ ചിന്താഗതിക്കാരായ വ്യക്തികളിലൂടെ ആശയങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക. അത് ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ്,
ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള സമാന ചിന്താഗതിയുള്ള, ഇപ്പം ഞാനും നിങ്ങൾക്കും, അപ്പം ഞാനും നിങ്ങളും ഒരേ ചിന്താഗതിക്കാരാവണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഐഡിയാസ്, നമുക്കൊരു ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ചിലപ്പോൾ നമുക്ക് സെയിം ആയിരിക്കാം. അതുകൊണ്ട് നമ്മളെ ഒരു പർട്ടിക്കുലർ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവിടെ എത്തിച്ചിട്ട് ഈ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളെ ഒരു ഗൈഡൻസ് തരുന്നു. അപ്പോൾ ഇതാണ് എയിം എന്ന് പറഞ്ഞാൽ എന്താ, അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ 2 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തിലെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി അടുത്തത് നോക്കാം. ഇനി എയിമിൻ്റെ 4 പ്രോഗ്രാമുകളാണ് ചിലപ്പോൾ PSC ചോദിക്കാം. PSC ഇനി ചോദിക്കാൻ പോകുന്നത് മിക്കവാറും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എയിമിൻ്റെ 4 പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ടത് മെൻറ്റർ ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞു മെൻറ്ററിങ് നൽകുക. നെക്സ്റ്റ് അഡൽ തിങ്കറിങ് ലാബ്സ്. ഓക്കെ, ഇതിപ്പോൾ സൈറ്റിൽ അതേപോലെ കൊടുത്തേക്കുന്നതാണ്. അത് തന്നെയാണ് PSC ചോദിക്കാൻ പോകുന്നത്. അഡൽ തിങ്കറിങ് ലാബ്സ് എന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത്. കാര്യം ഇതിനു മുമ്പുള്ള നിങ്ങളുടെ നീതി ആയോഗിൻ്റെ പരീക്ഷയെല്ലാം എടുത്ത് നോക്കിയാൽ സൈറ്റിൽ കൊടുത്തേക്കുന്ന അതേ ടേം തന്നെയാണ് PSC ചോദിക്കുന്നത്. അപ്പോൾ അഡൽ തിങ്കറിങ് ലാബ്സ്. 3 അഡൽ ഇൻക്യുബേഷൻ സെൻറ്ററുകൾ. ഒന്നെന്താ മെൻറ്റർ, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. മെൻറ്റർ ഇന്ത്യ. 2 ലാബ്. ഓക്കെ, ഈ മെൻറ്റർ ലാബിൽ നിന്നായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻക്യുബേഷൻ സെൻറ്ററുകൾ. അവസാനത്തത് അഡൽ ന്യൂ ഇന്ത്യ ചലഞ്ചുകളും അഡൽ ഗ്രാൻഡ് ചലഞ്ചുകളും. കുറേ ചലഞ്ച്, അതായത് ഒരു മെൻറ്ററിന്, ഇപ്പോൾ ഇത്രയും നോക്കുക, ഒരു മെൻറ്ററിന് ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കാൻ ലാബ് വേണം. ഓക്കെ, ലാബിൽ മാത്രമല്ല അയാൾ പഠിക്കുന്നത്, ഇൻക്യുബേഷൻ സെൻറ്ററിലും അയാൾ നിങ്ങളെ പഠിപ്പിക്കും. പഠിപ്പിക്കും? ഇന്ത്യയുടെ വിവിധ ചലഞ്ചുകളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു മെൻറ്റർ വേണം. അയാൾ ഇന്ത്യയെ പറ്റി പഠിപ്പിക്കുന്നത് എവിടെ നിന്നിട്ടാണ്? ഒരു ലാബിൽ നിന്നിട്ടാണ്. അയാൾക്ക് ലാബ് മാത്രം പോരാ, ഇൻക്യുബേഷൻ സെൻറ്ററുകളും വേണം പഠിപ്പിക്കാൻ. അയാൾ എന്താണ് പഠിപ്പിക്കുന്നത്? ന്യൂ ഇന്ത്യ ചലഞ്ചുകളും, അതായത് ചലഞ്ചുകളെക്കുറിച്ച് പഠിക്കുന്നു. നിങ്ങൾ ഇത്രയും പഠിക്കുക. അല്ലാതെ ഇത് നിരത്തി പിടിച്ച് പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പഠിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ ഈസി ആയിട്ടും കണ്ടെത്താൻ പറ്റും. മെൻറ്റർ ഇന്ത്യ എന്തായാലും മൈൻഡിൽ വരും. ആ മെൻറ്റർ ഇന്ത്യക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ മൈൻഡിൽ വരും. അപ്പോൾ അത് മാത്രം മതി. ബാക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ മെൻറ്റർ ഇന്ത്യ എവിടെ നിന്നാണ് പഠിപ്പിക്കുന്നത്? ലാബിൽ നിന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? ചലഞ്ചുകളെക്കുറിച്ച്. അയാൾക്ക് ലാബ് മാത്രം മതിയോ? പോരാ, എന്ത് വേണം? ഇൻക്യുബേഷൻ സെൻറ്ററുകളും വേണം. ഇത്ര ഓർത്താൽ മതി. ഇനിയാണ് പ്രധാനപ്പെട്ട സംരംഭങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട്. മൂവിങ് ദ നീഡിൽ. ഇത് PSC ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്. കാര്യം വനിതകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വനിതകളുമായി ബന്ധപ്പെട്ട ഏത് പോയിൻറ്റും PSC നന്നായിട്ട് ചോദിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയാണ് മൂവിങ് ദ നീഡിൽ ദ വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നൊരു സംരംഭം നീതി ആയോഗ് തുടങ്ങുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിനും ശാക്തീകരണത്തിനും. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരവും ദീർഘകാല നയങ്ങളും പ്രോഗ്രാമുകളുടെ ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുകയും അവരുടെ പുരോഗതിയും അവയുടെ ഫലപ്രാപ്തിയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ പറയുന്നത്, ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും അവരുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ ദീർഘകാല നയങ്ങൾ, ഇപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള നയങ്ങളും കാര്യങ്ങളും രൂപവൽക്കരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക എന്നുള്ള പരിപാടികളൊക്കെയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടുന്ന് താഴോട്ടുള്ള വരികളൊക്കെ വെറുതെയാണ്. നിങ്ങൾക്ക് വേണ്ടത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിനും അതേപോലെ ശാക്തീകരണത്തിനും വേണ്ടി, അതുപോലെ അവരുടെ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തന്ത്രപരമായിട്ടുള്ള ദീർഘകാല നയങ്ങൾ എന്നിത്രയും ഓർത്താൽ മതി, അത്രയും മതി. അപ്പോൾ ഈ പദ്ധതിയുടെ പേര് മൂവിങ് ദ നീഡിൽ എന്നാണ് പദ്ധതിയുടെ പേര്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ നിലവിലുള്ള നയങ്ങളും തന്ത്രങ്ങളും പരിപാടികളും പരിശോധിച്ച് ഉചിതമായ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കും. ഓക്കെ, ഇതിലെ പങ്കാളികൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലെ പങ്കാളികൾ ആരൊക്കെയാണ്?
ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ്, അതായത് ബിൽ ഗേറ്റ്സ് ഉണ്ടല്ലോ, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. സെൻറ്റർ ഫോർ സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച്, സെൻറ്റർ ഫോർ സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച്, അശോക യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയൊക്കെ ചോദിക്കും, ആ ഓപ്ഷനകത്ത് ഉറപ്പായിട്ടും ഇഗ്നോ അല്ലെങ്കിൽ ഈ പറയുന്ന മണിപ്പാൽ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വരും. അപ്പോൾ അശോക യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് ബെർണാഡ് വാലിയർ ഫൗണ്ടേഷൻ, ബെർണാഡ് വാലിയർ ഫൗണ്ടേഷൻ. ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പോഷകാഹാരം. അപ്പോൾ പോഷകാഹാരവുമായിട്ട് അല്ലെങ്കിൽ ആഹാരവുമായിട്ട് ഭക്ഷ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടീം കൂടെ വേണ്ടേ? അതിനാണ് ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഇതിനൊരു ഭാഗമായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. ബിൽ ഗേറ്റ്സ് എന്ന് ഓർത്താൽ മതി, ബിൽ ഗേറ്റ്സ്. സെൻറ്റർ ഫോർ സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അശോക യൂണിവേഴ്സിറ്റി, ബെർണാഡ് വാലിയർ ഫൗണ്ടേഷൻ, ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്രയും 5 സ്ഥാപനങ്ങളാണ്. ഈ 5 സ്ഥാപനങ്ങളാണ് ഏത് പ്രോഗ്രാമിന് വേണ്ടി. ഇപ്പം PSC ചിലപ്പോൾ ചോദിക്കും, ഡീപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവയിൽ ഏത് സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഇതെല്ലാം പഠിച്ചേ പറ്റും, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ. നീതി ആയോഗിൻ്റെ മറ്റൊരു സംരംഭമാണ് നാഷണൽ ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം. നാഷണൽ ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം. ഇതെന്ന് പറയുന്നത് ഇത് PSC ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? PSC ഇങ്ങനെ നീട്ടിയൊന്നും ചോദിക്കത്തില്ല. NDAP ഓപ്ഷനകത്ത് NDAP എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് NDAPയുടെ ഫുൾ ഫോം പഠിച്ചല്ലേ പറ്റൂ. ദ നാഷണൽ ഡേറ്റ ആൻഡ് അനലിറ്റിക്കൽ പ്ലാറ്റ്ഫോം, അത്ര അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഇതെന്താ പറയുന്നത്? നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ഇന്ത്യൻ ഗവൺമെൻറ് ഡാറ്റയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയും, അതായത് ഈ പറഞ്ഞ ഇന്ത്യൻ വെബ്സൈറ്റുകളിലേക്ക് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം സുഗമമാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോം വഴി ഇന്ത്യയുടെ വിപുലമായ അഡ്മിനിസ്ട്രേറ്റീവ് ലാൻഡ്സ്കേപ്പിൽ നിന്നുള്ള ഡാറ്റ സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ കഴിയും. ഇതെന്തോ പറയുന്ന സംഭവം? NDAPയിലൂടെ. ഈ NDAP പ്ലാറ്റ്ഫോം എന്ന് പറയുന്നപ്പം ഈ വിവിധ നമ്മുടെ സർക്കാരിൻ്റെ വിവിധ സർവീസുകൾ അല്ലെങ്കിൽ അവരുടെ സർക്കാരിൻ്റെ വിവിധ പ്ലാറ്റ്ഫോമിലേക്ക്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലാൻഡ്സ്കേപ്പിലേക്ക് നമ്മുടെ ഒരു ആക്സസ് ആണ്, നമ്മുടെ ഒരു എൻട്രി, നമ്മുടെ ഒരു പ്രവേശനം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് NDAP എന്ന് പറയുന്നത്. ഓക്കെ. ഡാറ്റാ സൈറ്റുകൾ എളുപ്പത്തിൽ തിരയാനും ലയിപ്പിക്കാനും ദൃശ്യവൽക്കരിക്കാനും ഡൗൺലോഡ് ചെയ്യാനും NDAP ഉപയോക്താക്കളെ അനുവദിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് NDAP, നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് നമ്മൾ നമ്മുടെ ചോദ്യപേപ്പറിനകത്ത് കണ്ട ശൂന്യ ക്യാമ്പയിൻ അല്ലെങ്കിൽ ശൂന്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറും ഈ ഒരു ചിത്രവും നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ മതി. അവിടെ പച്ച ബോർഡ്. ഈ പച്ച ബോർഡ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബോർഡെല്ലാം പച്ചയാണല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഓർത്താൽ മതി, നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ശൂന്യ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ 3 സംരംഭങ്ങളായിട്ടുണ്ട്. ഏതാണ്? വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒന്ന് വന്നിട്ടുണ്ട്, പിന്നെ NDAP വന്നിട്ടുണ്ട്, ഇപ്പം 3ാമത്തത് ശൂന്യയാണ്. അപ്പോൾ ശൂന്യ ഓക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിക്കാണും. ഓക്കെ, ഇനി ചോദ്യത്തിലോട്ട് നോക്കാം. നമ്മൾ 2 പഠിച്ചു, അടൽ ഇന്നൊവേഷൻ മിഷനും പഠിച്ചു, ശൂന്യ ക്യാമ്പയിനും പഠിച്ചു. അപ്പോൾ നിങ്ങൾ പറ, അടൽ ഇന്നൊവേഷൻ മിഷൻ ഇതിനകത്ത് ഏതുമായി ബന്ധപ്പെടും? ഏതാണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം. കണ്ടോ? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം. കിട്ടിയില്ലേ? ഈസി അല്ലേ? ആ ഒരൊറ്റ പോയിൻ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഈ മെഥനോൾ അറിയത്തില്ല, സഹകരണ ഫെഡറലിസം അറിയത്തില്ല, ഈ 2ഉം അറിയത്തില്ലേ? കുഴപ്പമില്ലടേ. ഇതാ കിടക്കുന്ന നിങ്ങളുടെ സഹായിക്കാൻ വേണ്ടിയുള്ള ആൾ, ശൂന്യ ക്യാമ്പയിൻ. നിങ്ങൾ ഈ 4 ഓപ്ഷൻ കണ്ടോ? 4 ഓപ്ഷനകത്ത് 4ാമത്തത് വരുന്ന ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പിന്നെ താങ്കൾ ബാക്കി ഏതെങ്കിലും ഓപ്ഷൻ നോക്കണോ? വേണ്ട. നിങ്ങൾക്ക് ഈ ശൂന്യ ക്യാമ്പയിൻ മാത്രം നിങ്ങൾക്കിത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താം.
അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് പദ്ധതി. നമ്മളിപ്പോൾ പഠിച്ചു വെച്ചതേ ഉള്ളൂ. ഓക്കെ ആയില്ലേ? ഇനി അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ളതൊന്നാണ് ലൈഫ് മിഷൻ. 2021 UN കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മിഷൻ ലൈഫ് പ്രഖ്യാപിക്കുന്നു. ആഗോള കാലാവസ്ഥാ വിതരണത്തിൻ്റെ മുൻനിരയിൽ വ്യക്തിഗത പെരുമാറ്റം കൊണ്ടുവരാൻ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് പ്രഖ്യാപിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? 2021 UN കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസിൽ വെച്ചിട്ടാണ് നരേന്ദ്രമോദി മിഷൻ ലൈഫ് പ്രഖ്യാപിക്കുന്നത്. വലിച്ചു വാരി കുറേ സാധനം ഇതിനകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി കേട്ടോ. അതായത് ബുദ്ധിശൂന്യവും വിനാശകരവുമായ ഉപഭോഗത്താൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രബലമായ വിനിയോഗം സമ്പദ് വ്യവസ്ഥയെ മാറ്റി സ്ഥാപിക്കുന്ന ഒരു വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥയെ ലൈഫ് വിഭാവനം ചെയ്യുന്നു. അത് ശ്രദ്ധാപൂർവം ആസൂത്രിതവുമായ ഉപയോഗത്താൽ നിർവചിക്കപ്പെടുന്നു. ലോകമെമ്പാടും ആശ്ലേഷിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ സംഭാവന നൽകാൻ കഴിയുന്ന ലളിതമായ പ്രവൃത്തികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റെടുക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുക എന്നതാണ് മിഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ പറയാം. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയുന്ന ലളിതമായ പ്രവൃത്തികൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റെടുക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുക എന്നതാണ് ലൈഫ് മിഷൻ. അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് വിട്ടുതരാം, ഒന്നും വേണ്ട നിങ്ങൾക്ക്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയുന്ന ലളിതമായ പ്രവൃത്തികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് നമുക്ക് കാര്യമായ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് മിഷൻ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ. കാലാവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക മാനദണ്ഡങ്ങളെ സ്വാധീനിക്കാൻ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ശക്തി പ്രയോജനപ്പെടുത്താൻ ലൈഫ് പദ്ധതി ഇടുന്നു. ഓക്കെ. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി സ്വീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പങ്കുവയ്ക്കുന്ന പ്രതിബദ്ധതയുള്ള പ്രോ പ്ലാനറ്റ് പീപ്പിൾ, ഇതൊന്ന് നോട്ട് ചെയ്തോളാം. പ്രോ പ്ലാനറ്റ് പീപ്പിൾ P3 എന്ന വ്യക്തികളുടെ ആഗോള ശൃംഖല സൃഷ്ടിക്കാനും പരിപോഷിപ്പിക്കാനും മിഷൻ പദ്ധതിയിടുന്നു. നിങ്ങളതൊന്നും നോക്കണ്ട. പ്രോ പ്ലാനറ്റ് പീപ്പിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൈഫ് മിഷൻ. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, P3 കമ്മ്യൂണിറ്റിയിലൂടെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവങ്ങൾ സ്വയം സുസ്ഥിരമാക്കുന്നതിന് ശക്തിപ്പെടുത്തുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ മിഷൻ ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു. ഓക്കെ. ഇത്രയും മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രേ ചോദിക്കത്തുള്ളൂ, അല്ലാതെ ഈ സെൻറ്റൻസുകൾ ഇങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. നമുക്ക് വേണ്ടതാണ്ട് പ്രോ പ്ലാനറ്റ് P3 വേണം. അതിന് മുൻപ് ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇവിടെ മുതൽ ഇവിടം വരെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയുന്ന ലളിതമായ പ്രവൃത്തികൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റെടുക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുക എന്നതാണ് മിഷൻ ഉദ്ദേശിക്കുന്നത്. ഇതും കൂടെ വേണം. പിന്നെ അത് എന്നാ പറഞ്ഞതെന്നും ചോദിക്കണം. 2021 UN കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ലൈഫ് എന്ന് പറയുന്ന മിഷൻ പ്രഖ്യാപിക്കുന്നത്. ഇത്രയും 3 പോയിൻ്റ് മതി ഇവിടുന്ന്. ഇത്രയും കണ്ടിട്ട് പേടിക്കണ്ട. ഓക്കെ. അടുത്തൊരു പ്രോഗ്രാം, സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. എന്താണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഘടനാപരമായതും സ്ഥാനവൽക്കരിച്ചതുമായ ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കാൻ, അതായത് അവരുമായിട്ട് നല്ലൊരു ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ നീതി ആയോഗിൻ്റെ സംരംഭമാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. അതായത് അവർ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ, സ്റ്റേറ്റുകൾ തമ്മിലും യൂണിയൻ ടെറിട്ടറീസ് തമ്മിലുമുള്ള ഒരു ബന്ധം, നല്ല ദൃഢമായൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പദ്ധതി. ഏത് പദ്ധതി? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ രൂപീകരിച്ചത്. ഓക്കെയാണ്. അത് നിങ്ങൾക്ക് അതിൽ തന്നെ കാണും. സ്റ്റേറ്റ് സപ്പോർട്ട്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലക്ഷ്യം വെച്ചേക്കുന്നുണ്ടോ? 2047 സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരെ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അതായത് 2047 ഈ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസുകളെയും സാമൂഹികമായും സാമ്പത്തികമായുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരെ സഹായിക്കുക എന്നതാണ് ഈ സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്.
ദേശീയ മുൻഗണനകളോടും അവരുടെ പ്രധാന ശക്തികളോടും യോജിപ്പിച്ച് ഒരു റോഡ് മാപ്പ് വികസിപ്പിക്കുന്നതിൽ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പിന്തുണയ്ക്കുന്നതിനാണ് ഈ ദൗത്യം. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് 2047 കൂടി അവരെ ഏതൊക്കെ കാര്യങ്ങളിൽ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുക. ദാറ്റ്സ് ഓൾ. മൊത്തം 100 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇവിടെ 2022-23 മുതൽ 2024-25 വരെയുള്ള കാലയളവിൽ 237.5 കോടി സ്റ്റേറ്റ് സപ്പോർട്ട് മിഷന് കീഴിൽ നീതി ആയോഗ് അതത് സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വികസന തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി റിസോഴ്സ് യൂണിറ്റായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സ്ഥാപനങ്ങൾ SIT സ്ഥാപിക്കുന്നതിന് താൽപ്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകും. അപ്പോൾ താൽപ്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. അതായത് ഈ കാലയളവിൽ മാറ്റിവെച്ച തുക 237.5 കോടി രൂപ സ്റ്റേറ്റ് മിഷന് കീഴിൽ മാറ്റിവെക്കുന്നുണ്ട്. സേതു എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. സേതു എന്താണ്? സേതു സ്റ്റേറ്റ് എക്കണോമിക് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ്. സേതു. ഈ സേതു എന്ന് പറയുന്നത് ഇത് സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി, നിലവിൽ സംസ്ഥാനങ്ങളിലുള്ള ഈ പ്ലാനിംഗ് ബോർഡുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സേതു കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സേതു എന്ന് പറഞ്ഞൊരു ദൗത്യം കൊണ്ടുവരുന്നത്. ഇത്രയും നോക്കിയാൽ മതി. സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഡാറ്റ അനലിറ്റിക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡാറ്റ അനലിറ്റിക്കൽ സംവിധാനം ശക്തിപ്പെടുത്താനാണ് സേതു വരുന്നത്. സേതു. ഓക്കെ. ഇനി പ്രധാന വളർച്ചാ പ്രേരകരെയും പ്രാപ്തകരെയും തിരിച്ചറിയുന്നതിന് സംസ്ഥാനങ്ങൾ UTAകൾ പ്രധാനമായി സഹകരിക്കും. അവരുടെ അതായത് എന്താ പറയുന്നത്, ഇതിലൂടെ പറയുന്ന പ്രധാന വളർച്ചാ പ്രേരകരെയും പ്രാപ്തകരെയും തിരിച്ചറിയുന്നതിന് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസുകൾ എന്നിവയുമായി സഹകരിക്കുകയും അവരുടെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, അതായത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ദൃഢമാക്കാനും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സാമ്പത്തിക വികസനത്തിന് വേണ്ടി അതിനുവേണ്ടി സഹായിക്കാനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഇതൊന്നും നിങ്ങളത്ര വലിയ ഫോഴ്സ് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഈ പോർഷനൊക്കെ ഒന്ന് വിട്ടാൽ മതി. ക്രോസ് ലിങ്കണിങ്ങിനായി നല്ല ഭരണവും നയസമ്പ്രദായങ്ങളും പങ്കിടുന്നതിന് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ PDF കിടപ്പുണ്ട്. നീതി ആയോഗ് എന്ന് സെർച്ച് ചെയ്താൽ, മലയാളത്തിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ. ഇവിടെ അതിൻ്റെ ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ താഴേക്ക് കൊടുത്തേക്കുന്നത്. മിഷൻ്റെ കാര്യക്ഷമമായ ആസൂത്രണത്തിന് തടസ്സങ്ങളില്ലാതെ നിർവഹണം ഉറപ്പാക്കാൻ 2 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചേരെ. മിഷൻ്റെ കാര്യമായ ആസൂത്രണവും തടസ്സങ്ങളില്ലാത്ത നിർവഹണവും ഉറപ്പാക്കാൻ 2 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ CEO ചെയർപേഴ്സണായ മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഓർത്തോണേ, നീതി ആയോഗിൻ്റെ CEOയാണ് മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് ഓർത്തോ. മിഷൻ്റെ നടത്തിപ്പിനുള്ള മൊത്തത്തിലുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹമാണ് നൽകുന്നത്. അപ്പോൾ ഈ മിഷൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് വേണ്ടി 2 കമ്മിറ്റികളുണ്ട്. അതിലൊരു കമ്മിറ്റിയായ മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ നീതി ആയോഗിൻ്റെ CEOയാണ് ഇതിൻ്റെ ചെയർമാൻ. നല്ലൊരു പോയിൻ്റാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്, പഠിച്ചു വെച്ചോ. ഇനി സംസ്ഥാന പിന്തുണ മിഷൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി, ഇത് രണ്ടാമത്തെയാണ്. ഒന്നാമത്തെ നമ്മൾ CEOയാണ് ചെയർമാൻ എന്ന് പഠിച്ചു. ഇവിടെ എന്താണ്? ഇവിടെ നീതി ആയോഗിൻ്റെ അഡീഷണൽ സെക്രട്ടറി ചെയർപേഴ്സണായി ഒരു മിഷൻ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി. എന്താണ്? ആ മിഷൻ നടപ്പിലാക്കുന്നൊരു കമ്മിറ്റി. മിഷൻ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന രണ്ടാമതൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ നീതി ആയോഗിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആണ് ചെയർപേഴ്സണായിട്ട് വരുന്നത്. സംസ്ഥാനങ്ങൾ UTകൾ, അതായത് UTI ആണ്, അത് മലയാളത്തിലാക്കിയപ്പം അങ്ങനെ ആയിപ്പോയത്. അതായത് യൂണിയൻ ടെറിട്ടറീസുകൾ
ലീഡ് നോളജ് സ്ഥാപനങ്ങൾ, ലീഡ് നോളജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും MIC അവലോകനം ചെയ്യും. MIC എന്താണ്? MIC ആണ് മിഷൻ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി. മറ്റേതെന്താടേ? MSC എന്താ? MSCയുടെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കും. MSC എന്താ? മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി. അത് മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ആരാ? നീതി ആയോഗിൻ്റെ CEO ആണ്. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് സംസ്ഥാന പിന്തുണാ മിഷൻ്റെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച എന്താ? MICയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും? MICയുടെ ചെയർപേഴ്സൺ നമ്മുടെ നീതി ആയോഗിൻ്റെ അഡീഷണൽ സെക്രട്ടറിയാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. ഈ 2 പോയിന്റ് മാത്രം ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുക. ഇതിന് 2 കമ്മിറ്റിയുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ 2 കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളുടെ 2 ചെയർപേഴ്സൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇത്രത്തോളം PC ചോദിച്ച സ്ഥിതിക്ക് ഇവിടെ നിന്നും ചോദ്യം വരാം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് അമൃത് എന്താണ്? അമൃത് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ഇൻഫോർമേഷൻ. ഇതിൽ തന്നെ ഉണ്ടത്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഈ ഒരു ചിത്രം ഓർത്താൽ മതി. അമൃത് എന്താണ്? വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ഇൻഫോർമേഷൻ. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾ ആയി ബന്ധപ്പെട്ട എന്താണ് വിവരങ്ങൾ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് സിംഗിൾ പ്ലാറ്റ്ഫോമാണ് അമൃത്. അമൃതിൻ്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം പഠിച്ചു വെച്ചോ, ചോദിക്കും. അമൃത് എന്താ? ആക്സിലറേറ്റഡ് ഇ-മൊബിലിറ്റി റെവല്യൂഷൻ ഫോർ ഇന്ത്യാസ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് വേറൊന്നും പറയുന്നില്ല, അപ്പോൾ ഇത് നോക്കുക. അതായത് അമൃത് എന്താണെന്ന് വെച്ചാൽ ആക്സിലറേറ്റഡ് ഇ-മൊബിലിറ്റി റെവല്യൂഷൻ ഫോർ ഇന്ത്യാസ് ട്രാൻസ്ഫോർമേഷൻ. എഴുതി പഠിച്ചോ, ചോദിക്കും. ഇവിടെ പറയുന്ന എന്താ? ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള എല്ലാ മിഥ്യാധാരണകളും തകർക്കാൻ പുതിയ അമൃത് വെബ് പോർട്ടൽ. ഇതൊരു പോർട്ടലാണ്, ആപ്ലിക്കേഷൻ അല്ല. ഇതൊരു പോർട്ടലാണ്. ഒരു പോർട്ടൽ പ്രാപ്തമാണ്. എന്താണ് ഈ പോർട്ടൽ പറയുന്നത്? ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള എല്ലാ മിഥ്യാധാരണകളും തകർക്കാൻ പുതിയ അമൃത് വെബ് പോർട്ടൽ പ്രാപ്തമാണ്. അതായത് മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഇലക്ട്രിക് വണ്ടികൾ മേടിച്ചാൽ അത് കേടാവും, അല്ലെങ്കിൽ അത് കത്തിപ്പോവും. അതൊക്കെ സത്യമാണ്. എന്നാൽ പോലും അങ്ങനെയുള്ള മിഥ്യാധാരണകൾ ആദ്യമേ മറ്റുള്ള കമ്പനീസ് എല്ലാം പരത്തുമെന്ന് വെച്ചോ. അങ്ങനെ പരത്തുമ്പോൾ ആ മിഥ്യാധാരണകളെല്ലാം അതെല്ലാം വെറും മിഥ്യയാണ്, അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ, അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു വണ്ടി വാങ്ങണം, അപ്പോൾ ആ വണ്ടിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർട്ടലിൽ ലഭ്യമാണ്. മനസ്സിലായില്ലേ? ഇതൊരു ജംഗ്ഷനാണ്. എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് തരുന്ന ഒരു ജംഗ്ഷനാണ് അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് അമൃതിൻ്റെ ഫുൾ ഫോമും പഠിച്ചു വെച്ചേക്കാം. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും EVC, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് EVകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ സംരംഭങ്ങളെയും ഇത് പ്രധാനമായും പൂർത്തീകരിക്കുകയും ചെയ്യും. നീതി ആയോഗിൻ്റെയും UK സർക്കാരിൻ്റെയും, നോട്ട് ചെയ്തോണേ, നീതി ആയോഗിൻ്റെയും UK, അതായത് ബ്രിട്ടൻ്റെയും സംയുക്ത സംരംഭമാണിത്. UKയുടെയും ഇന്ത്യയുടെ നീതി ആയോഗിൻ്റെയും സംയുക്ത സംരംഭമാണ് അമൃത്. UK സർക്കാരുമായി സഹകരിച്ചുള്ള വിജ്ഞാന വിനിമയ പരിപാടിക്ക് കീഴിൽ നീതി ആയോഗാണ് അമൃത് പോർട്ടൽ വികസിപ്പിച്ച് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇത് വികസിപ്പിച്ചത് നീതി ആയോഗാണ്, പക്ഷേ അതിന് പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. UK സർക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. UK സർക്കാരുമായി സഹകരിച്ചുള്ള വിജ്ഞാന വിനിമയ പരിപാടിക്ക് കീഴിൽ നീതി ആയോഗാണ് അമൃത് പോർട്ടൽ വികസിപ്പിച്ച് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളാം. അമൃത് വെബ്സൈറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ വാങ്ങൽ, നിക്ഷേപ അവസരങ്ങൾ, പോളിസികൾ, സബ്സിഡികൾ എന്നിവയടങ്ങുന്ന എല്ലാ വിവരങ്ങളുടെയും ഏകജാലക ലക്ഷ്യസ്ഥാനമാണിത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോ. നല്ലൊരു പോയിൻ്റാണ്. നല്ലൊരു അമൃതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ആരൊക്കെയാണ് സഹകരിച്ചത്, ആരാണ് ഡെവലപ്പ് ചെയ്തത്, അമൃതിൻ്റെ ഫുൾ ഫോം എന്താണ്,
അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് ഈ അമൃത് എന്ന് പറയുന്ന പോർട്ടൽ. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള നമ്മുടെ നീതി ആയോഗിൻ്റെ ഒരു സംരംഭമാണ്. നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള നീതി ആയോഗിൻ്റെ മറ്റൊരു സംരംഭമാണ്. നമ്മൾ കുറച്ച് മുമ്പ് ആ ചോദ്യപേപ്പറിൽ കണ്ട ഒരു പേരായിരുന്നു എന്ത്? മെഥനോൾ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ എന്താണ് മെഥനോൾ സമ്പദ് വ്യവസ്ഥ? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഉയർന്ന ചാരകൽക്കരി, കാർഷിക അവശിഷ്ടങ്ങൾ, താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുമുള്ള കാർബൺ ഡയോക്സൈഡ്, പ്രകൃതിവാതകം എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കുറഞ്ഞ കാർബൺ ഹൈഡ്രജൻ കാരിയർ ഇന്ധനമാണ് മെഥനോൾ. PSC കറക്റ്റ് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. എന്താണിതാ കിടക്കുന്ന ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബിൽ ഹരിതഗ്രഹവാതക ഉദ്വമനം എന്ന് പറഞ്ഞാൽ എന്താണ്? എമിഷൻ, അതായത് പുറന്തള്ളുന്നത്. അപ്പോൾ ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, എണ്ണയുടെ ഇറക്കുമതിയുടെ ബില്ല് കുറയ്ക്കുക അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുക, കൽക്കരി ശേഖരണവും മുനിസിപ്പൽ ഖരമാലിന്യങ്ങളും എന്താക്കി മാറ്റുക? മെഥനോളാക്കി മാറ്റുക എന്നിവ ലക്ഷ്യമിട്ടാണ് നീതി ആയോഗിൻ്റെ മെഥനോൾ എക്കണോമി പരിപാടി. ഇത്രയേ ഉള്ളൂ ഇവിടെ. നീതി ആയോഗിൻ്റെ മെഥനോൾ എക്കണോമി പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എണ്ണ ഇറക്കുമതിയുടെ ബില്ല് കുറയ്ക്കുക അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, നമ്മുടെ ഹരിതഗ്രഹവാതകത്തിന് കാരണമാകുന്ന വാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കുക, അതേപോലെ കൽക്കരി ശേഖരണവും മുനിസിപ്പൽ ഖരമാലിന്യങ്ങളും എന്താക്കി മാറ്റുക? മെഥനോളാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു സംരംഭം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് നീതി ആയോഗ് ലക്ഷ്യം വയ്ക്കുന്നത്. ഓക്കെ, ഈ പെട്രോൾ, ഡീസൽ എന്നിവയെ അപേക്ഷിച്ച് ഊർജത്തിൻ്റെ കാര്യത്തിൽ അല്പം കുറവാണെങ്കിലും ഗതാഗത മേഖലയിലും, അതായത് റോഡ്, റെയിൽ, മറൈൻ, ഊർജ മേഖലയിലും എന്താണ്? ഊർജ മേഖലയിലും ഈ മെഥനോൾ ആഡ് ചെയ്യുന്നത് ഈ ഗ്യാസോലിൻ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 15% കുറവുണ്ടാകും എന്നതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഒരു 15% കുറവുണ്ടാകും ഈ ഒരു മെഥനോൾ പ്രോജക്റ്റ് വന്നാലെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൂടുതൽ നിങ്ങളൊന്നും നോക്കണ്ട, PSC ഇത്രേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അടിസ്ഥാനമായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ എത്രയെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു സംരംഭം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയെ മാറ്റിമറിക്കുക. ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയെ മാറ്റിമറിക്കുക. അപ്പം ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയതിനും കയറ്റുമതി, സാമ്പത്തിക വളർച്ച, തൊഴിൽ എന്നിവയ്ക്ക് ഉത്തേജനം നൽകുന്നതിനുമുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതിനായി നീതി ആയോഗ് ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയെ മാറ്റുന്നു എന്ന വിഷയത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇതൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു കമ്മിറ്റി രൂപീകരിച്ചു. സ്വർണ്ണ വിപണിയുടെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രസക്തമായ വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വ്യവസായ അസോസിയേഷനുകൾ, അക്കാദമികൾ എന്നിവയുൾപ്പെടെ ചേരുന്നതാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ പങ്കാളിത്തം വഹിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കമ്മിറ്റി. എന്താണ് കമ്മിറ്റിയുടെ ലക്ഷ്യം? ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയെ മാറ്റുന്നു. ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയെ മാറ്റുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതിനകത്ത് ആരൊക്കെയാണ് കൂടെ വരുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്? ഇന്ത്യൻ സർക്കാരിൻ്റെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള മന്ത്രാലയങ്ങൾ, വിവിധ വകുപ്പുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വ്യവസായ അസോസിയേഷനുകൾ, അക്കാദമികൾ എന്നിവരാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഇതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ സ്വർണ്ണ വിപണിയുടെ നിലവിലെ അവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ വെല്ലുവിളികളെക്കുറിച്ചും അതിനകത്തുള്ള അവസരങ്ങളെക്കുറിച്ചുമെല്ലാം ഈ ഒരു കമ്മിറ്റി ചർച്ച ചെയ്യുന്നു. പിന്നെ ഇത് കയറ്റുമതി മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും, അത് നോക്കേണ്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും, സ്വർണ്ണ ധനസമ്പാദന പദ്ധതിയുടെ വ്യാപനം വിപുലീകരിക്കുന്നതിനും, സ്വർണത്തിൻ്റെ ആഭ്യന്തര വിതരണം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ തന്ത്രപരമായ നയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ജസ്റ്റ് ഓടിച്ച് നോക്കുക. പിന്നെ ഇത്രയും ഭാഗം, അതായത് ഇവിടെ നിന്ന് ഈ രണ്ട് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന്
പഠിക്കേണ്ട പാരഗ്രാഫാണ്. അപ്പോൾ എന്താണ് ആ ഒരു സമിതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, ആ സമിതിക്കകത്ത് ആരൊക്കെയാണ് അംഗങ്ങൾ, എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. ഇതിൽ ഈ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഗോൾഡ് മാർക്കറ്റ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ സാധനം. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഗോൾഡ് മാർക്കറ്റ്, അതാണ് ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഇനി ഈ സമിതിയുടെ പ്രധാന ശുപാർശകൾ 5 കേന്ദ്രീകൃത മേഖലകൾ കൈകാര്യം ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മേക്ക് ഇൻ ഇന്ത്യ ഇൻ ഗോൾഡ്. മേക്ക് ഇൻ ഇന്ത്യ ഇൻ ഗോൾഡ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ സ്വയം പര്യാപ്തമാവുക എന്നുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ തദ്ദേശീയമായി നമ്മൾ തന്നെ എല്ലാം നിർമ്മിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവമായിരുന്നു ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ ഗോൾഡ്. പിന്നെ സ്വർണത്തിൻ്റെ സാമ്പത്തികവൽക്കരണം, നികുതി ഡ്യൂട്ടി ഘടന, ടാക്സിൻ്റെ ഘടന, റെഗുലേറ്ററി ഇൻഫ്രാസ്ട്രക്ചർ, നൈപുണ്യ വികസനവും സാങ്കേതിക നവീകരണവും. അപ്പോൾ ഇത്രയാണ് ഈ പ്രധാനപ്പെട്ട 5 കേന്ദ്രീകൃത മേഖലകളെന്ന് നിങ്ങൾ ഓർത്തു വച്ചേക്കുക. അപ്പോൾ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എന്താ, ഈ രൂപീകരിച്ച സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ മന്ത്രാലയങ്ങൾ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. ഇതിനകത്തെ പ്രധാന 5 കേന്ദ്രീകൃത മേഖലകൾ ഏതാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? മേക്ക് ഇൻ ഇന്ത്യ ഗോൾഡ്, സ്വർണത്തിൻ്റെ സാമ്പത്തികവൽക്കരണം, നികുതി ഡ്യൂട്ടി ഘടന, റെഗുലേറ്ററി ഇൻഫ്രാസ്ട്രക്ചർ, നൈപുണ്യ വികസനവും സാങ്കേതിക നവീകരണവും. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കി വയ്ക്കുക. ഇനി ചെറിയൊരു സാധനം കൂടെ പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള ലാസ്റ്റ് സാധനമാണ് ഈ സാധനം. എന്താണ്? മത്സരാധിഷ്ഠിത ഫെഡറലിസം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ഇപ്പോൾ അടൽ മിഷൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത നമ്മുടെ ചോദ്യത്തിലെ ഒരു പോയിൻ്റാണ് മത്സരാധിഷ്ഠിത ഫെഡറലിസം. അപ്പോൾ ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ മെച്ചപ്പെട്ട പ്രകടനം സുഗമമാക്കിക്കൊണ്ട് മത്സരാധിഷ്ഠിത ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന് നീതി ആയോഗ് ശ്രമിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. സുതാര്യമായ റാങ്കിങ്ങിലൂടെ വിവിധ മേഖലകളിൽ കൈപിടിച്ച് നടത്തുന്ന സമീപനത്തിലൂടെ സംസ്ഥാനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നു. അത് ഈ സ്കൂൾ വിദ്യാഭ്യാസ നിലവാര സൂചിക, നിങ്ങൾക്കറിയാമത്, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സൂചിക, ആരോഗ്യ സൂചിക, ഈ ജല മാനേജ്മെൻറ്റ് സൂചിക, സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക, ഇന്ത്യ ഇന്നൊവേഷൻ സൂചിക, കയറ്റുമതി മത്സരക്ഷമത സൂചിക, അങ്ങനെ വിവിധ നീതി ആയോഗിൻ്റെ സൂചികകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ മത്സരാധിഷ്ഠിത ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആരോഗ്യപരമായ, സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു ആരോഗ്യപരമായ ഒരു മത്സരം ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ സംസ്ഥാനങ്ങളെ ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് ഈ പ്രധാനപ്പെട്ട നീതി ആയോഗിൻ്റെ സംരംഭങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും. അതുപോലെ തന്നെ നമ്മളൊരു പോർട്ടലിനെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ഇതിന് പുറത്തുനിന്ന് എന്തായാലും PSC ഇനി ചോദിക്കാനൊന്നുമില്ല. കാര്യം വെബ്സൈറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.